അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. റമളാൻ വിശ്വാസികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കാൻ നമുക്കൊരുപാട് സുവർണാവസരങ്ങൾ നൽകുന്നു എന്നതാണ്. അള്ളാഹുമായി അടുക്കാനുള്ള ഈ സുവർണാവസരങ്ങൾ എന്തിനാണ് വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിലൂടെ നൽകുന്നത്? റമളാൻ എന്തിനാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാക്കുന്നതിനാണ് ഈ പരിശുദ്ധ റമളാനിന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നാം ഉപയോഗപ്പെടുത്തേണ്ടത്. എന്തിനാണ് ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? മനുഷ്യർക്കൊരിക്കലും ഭാരമായി കൊണ്ടല്ല ആരാധനകളെ അള്ളാഹു നിശ്ചയിച്ചത്. മറിച്ച് ആരാധനകളെല്ലാം മനുഷ്യരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും മനുഷ്യരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ്. നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കി. എന്തിനാണ് അള്ളാഹു നമസ്കാരത്തെ നിർബന്ധമാക്കിയത്? തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും നമസ്കാരം നമ്മളെ തടയുന്നു. എല്ലാ നന്മകളിലേക്കുമുള്ളൊരു പ്രചോദനമാണ് നമസ്കാരം. തിന്മകളിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു പരിചയമാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തുകൂടി ഒരു നദി ഒഴുകിപ്പോകുന്നുണ്ട്. 5 തവണ അതിൽ കുളിച്ചാൽ ശരീരത്തിൽ അഴുക്ക് വല്ലതും ബാക്കിയുണ്ടാകുമോ? സ്വഹാബികൾ പറഞ്ഞു, എങ്ങനെയാണ് 5 തവണ കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അഴുക്കുണ്ടാവുക? ഒരിക്കലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അതുപോലെയാണ് നമസ്കാരം. 5 തവണ നമ്മൾ നമസ്കരിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിലെ വൃത്തികേടുകളും അഴുക്കും നമ്മുടെ മനസ്സിലെ കളങ്കവുമെല്ലാം കഴുകി വൃത്തിയാക്കി നാം ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കി. എന്തിനാണ് അള്ളാഹു മനുഷ്യർക്ക് സക്കാത്ത് നിർബന്ധമാക്കിയത്? തുതഹിറുഹും വതുസക്കീഹും. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടതിനെക്കുറിച്ച് ഖുർആനിൻ്റെ പരാമർശമാണ്. അത് നമ്മളെ കഴുകി വൃത്തിയാക്കുന്നു, ശുദ്ധീകരിക്കുന്നു, നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ ശുദ്ധിയാണ് സക്കാത്ത് ലക്ഷ്യം വെക്കുന്നത്. ഹജ്ജ് അള്ളാഹു മനുഷ്യർക്ക്, കഴിവുള്ളവർക്ക് നിർബന്ധമാക്കി. എന്താണ് ഹജ്ജിൻ്റെ ഒരു പരമമായ ലക്ഷ്യം? മനുഷ്യ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവുക എന്നതാണ് ഹജ്ജിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. നോമ്പ്, ലഅല്ലക്കും തത്തഖൂൻ, ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാകുന്നതിനാണ് നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. അപ്പോൾ ആരാധനകളെല്ലാം, ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളൊന്നും മനുഷ്യർക്ക് ഭാരമായി കൊണ്ടുള്ളതല്ല, മറിച്ച് മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിനും വിമലീകരിക്കുന്നതിനുമാണ് ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ പരിശുദ്ധമാക്കുവാനും ജീവിതത്തെ വിമലീകരിക്കുവാനും പരിശുദ്ധ റമളാനിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. റമളാൻ ഒരുപാട് അനുഗ്രഹങ്ങളുമായി നമുക്ക് കടന്നു വരുന്നു. റമളാൻ നന്മകളുടെ പൂക്കാലമായി കടന്നു വരുന്നു. റമളാൻ വിശ്വാസ വിശുദ്ധിയുമായി കടന്നു വരുന്നു. ആർക്കാണ്? എല്ലാവർക്കുമാണോ? അല്ല. ബദർ യുദ്ധത്തിൻ്റെ തലേ ദിവസം ശക്തമായ മഴ പെയ്യുന്നു. ആ മഴ വിശ്വാസികൾക്ക് അനുഗ്രഹമാകുന്നു, വിശ്വാസികൾക്ക് സമാധാനമാകുന്നു, വിശ്വാസികൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ മറുഭാഗത്തോ അതേ സ്ഥലത്ത് അപ്പുറത്തുള്ള സത്യനിഷേധികൾക്ക് അത് പ്രയാസമാകുന്നു, അവർക്കൊരു ഭാരമാകുന്നു, അവർക്ക് ബുദ്ധിമുട്ടാകുന്നു. ഒരേ സ്ഥലത്ത് പെയ്ത മഴ ഒരു ഭാഗത്ത് നിൽക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയുമാകുന്നു, മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് പ്രയാസമാകുന്നു, ബുദ്ധിമുട്ടാകുന്നു, സങ്കടകരമായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റമളാൻ വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്, വിശ്വാസികൾക്ക് ആശ്വാസമാണ്, വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കപ്പെടുന്ന മാസമാണ്. എന്നാൽ അതിനെ പരിഗണിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മദീനയിലെ പള്ളി മിമ്പറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോൾ ആമീൻ എന്ന് 3 തവണ പറയുകയുണ്ടായി. സ്വഹാബികൾ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചോദ്യം, പ്രവാചകരെ എന്തിനാണ് അങ്ങ് ആമീൻ പറഞ്ഞത്? പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ നിർവഹിക്കുന്നത് ഒന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ, താങ്കൾ എന്തിനാണ് ആമീൻ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഞാൻ മിമ്പറിലേക്ക് കയറി, അപ്പോൾ ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദ്റക റമളാൻ, ഒരാൾക്ക് അല്ലാഹു റമളാനിൽ പ്രവേശിക്കാൻ അവസരം നൽകി, റമളാനിലേക്ക് കയറി ആ റമളാനിലൂടെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള അവസരവും അനുഗ്രഹവും അല്ലാഹു ഒരാൾക്ക് നൽകി. എന്നാൽ അവൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നില്ല, അവൻ നന്മയിലൂടെ ജീവിതത്തെ കൊണ്ടുപോകുന്നില്ല, മുൻപ് കഴിഞ്ഞുപോയ എല്ലാ തിന്മകളിലൂടെയും വീണ്ടും അവൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നു. എങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത്. പ്രാർത്ഥിച്ചത് ആരാണ്? മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് പ്രാർത്ഥിച്ചത്.
ആമീൻ പറഞ്ഞത് ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. ആമീൻ പറഞ്ഞ സ്ഥലം ഏതാൻ? റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ റൗള എന്നറിയപ്പെടുന്ന മദീനയിലെ പവിത്രമായ പള്ളി മിമ്പറിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. ഈ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആരുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക? ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ആരുടെ പ്രാർത്ഥനക്കാണ് അള്ളാഹു ഉത്തരം നൽകുക? അപ്പോൾ റമളാൻ അനുഗ്രഹമാണ്, റമളാൻ ആശ്വാസമാണ്, റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരു വിഭാഗത്തിന്. എന്നാൽ അത് ഉപയോഗപ്പെടുത്താത്തവർക്ക് അത് ഒരു നാശമാണ്, സങ്കടകരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റമളാൻ നമുക്ക് ഖുർആനുമായി നമ്മുടെ ജീവിതത്തെ അടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ആ ഖുർആനുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയണം. റമളാനുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് ഖുർആൻ റമളാനുമൊക്കെയായി നമ്മൾ ആത്മബന്ധം ഉണ്ടാക്കണം എന്ന് പറയാനുള്ള കാരണം? നാളെ പരലോകത്ത് ഒരാളും ആർക്കു വേണ്ടി ശുപാർശ പറയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. മാതാപിതാക്കൾ മക്കളും ഒരാളും ഒരാൾക്ക് വേണ്ടി സംസാരിക്കാത്ത പരലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഖുർആൻ നമുക്ക് വേണ്ടി സംസാരിക്കും. നോമ്പ് നമുക്ക് വേണ്ടി സംസാരിക്കും. ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ ഖുർആനും നോമ്പിനോടും നമ്മളൊരു ആത്മബന്ധം പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി റമളാനും ഖുർആനുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സുജൂദുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട് സമ്പന്നമായ ഒരു പരിശുദ്ധ റമളാനായി ഈ റമളാൻ ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് അടുത്ത റമളാൻ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. കഴിഞ്ഞ റമളാനിലുണ്ടായ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, അവരൊക്കെ യാത്രയായി. അതുകൊണ്ട് അടുത്ത റമളാൻ നമ്മിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരാളും നമ്മുടെ കൂടെയില്ല. അതുകൊണ്ട് ഈ റമളാനിനെ ഉപയോഗപ്പെടുത്തുക, നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, പുണ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നാളെ ഖബറിൽ ഒരാളും നമുക്ക് വേണ്ടി കൂടെ നിൽക്കാത്ത, നമ്മുടെ കുടുംബവും സമ്പത്തും ഒന്നും കൂടെ നിൽക്കാത്ത ആ ഖബറിൽ നമുക്ക് വേണ്ടി നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ ഉണ്ടാകുമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ അമലു സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ സമ്പന്നമാക്കി നിലനിർത്താൻ ഈ റമളാനിന്റെ ദിനരാത്രങ്ങളെ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.